കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 50ഓളം കാറുകൾ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട്. അതിൽ കുറച്ച് വാഹനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തി. ബാക്കി വരുന്ന കുറച്ച് വാഹനങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. അപ്പോൾ ഇന്ന് ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഒരു സ്വിഫ്റ്റ് കാറാണ്. 2021 മോഡലാണ്. VXI ഓട്ടോമാറ്റിക്കൽ വരുന്ന വാഹനമാണ്. 25,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് കാർ ഉള്ളത്. 4 അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 7,10,000 രൂപയാണ്. വീണ്ടും ഒരു സ്വിഫ്റ്റ് കാറാണ്. 2018 മോഡലാണ്. ഡീസൽ വേരിയന്റ് ആണ്. 60,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. VDA ആണ് വേരിയന്റ് വരുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 6,60,000 രൂപയാണ്. പെട്രോൾ ഡിസയർ ആണ്. 2009 മോഡൽ VXI വേരിയന്റിൽ 1,10,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് കാർ ഉള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പുതിയ പേപ്പർ എടുത്തിട്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് 2,10,000 രൂപയാണ്. ഇനി നമുക്ക് ZXI പ്ലസ് വേരിയന്റിൽ വരുന്ന നല്ല അടിപൊളി വാഗനർ ആണ്. 2022 മോഡലാണ്. 22,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള കാറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 6,80,000 രൂപയാണ്. സ്കോഡ ലോറ കണ്ടില്ലേ നിങ്ങൾ? നല്ലൊരു അടിപൊളി സ്കോഡ ലോറ 2010 മോഡലാണ്. 86,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒറിജിനൽ കേരള വാഹനമാണ്. 4 അടിപൊളി അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 3,10,000 രൂപയാണ്. റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ലിവ പ്ലാറ്റിനം ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 2,20,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ കേരള വാഹനമാണ്. GD ആണ് വേരിയന്റ് വരുന്നത്. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 അലോയ് വീല് വരുന്നുണ്ട്. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 4,65,000 രൂപയാണ്. ഇത് 2 ഇന്നോവ കാറുകളാണ്. രണ്ടും വൈറ്റ് കളറിൽ വരുന്ന വാഹനങ്ങൾ. ഇത് വരുന്നത് 2011 മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന G4 വേരിയന്റിൽ വരുന്ന കാറാണ്. 1,90,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 അലോയ് വീലൊക്കെ വരുന്നുണ്ട്. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 7,10,000 രൂപയാണ്. അടുത്തത് വരുന്നത് 2014 മോഡലിൽ വരുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള G4 കാറാണ്. 2,20,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 8,20,000 രൂപയാണ്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വാഹനം ടൊയോട്ട എറ്റിയോസ് ആണ്. 2012 മോഡൽ GD വേരിയന്റിൽ വരുന്ന ഒറിജിനൽ കേരള വാഹനമാണ്. 96,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ കാണാനില്ല. അലോയ് വീല് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ചോദിക്കുന്ന റേറ്റ് 3,80,000 രൂപയാണ്.